ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികളിലെ 9ാമത്തെ ഭാഗമാണ്, അതായത് ലാസ്റ്റ് ഭാഗമാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 18-ലെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് 6ഉം 7ഉമാണ്. അതോടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് തന്നെ ആദ്യത്തെ ക്ലാസ് തൊട്ട് കണ്ട് എഴുതി പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ 2-digit number is equal to 6 times the sum of its digits. The number got by interchanging the digits is 9 more than 4 times the sum of the digits. What is the number? അതായത് ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന രണ്ടക്ക സംഖ്യ അക്കങ്ങളുടെ തുകയുടെ 4 മടങ്ങിനേക്കാൾ 9 കൂടുതലാണ്. രണ്ടക്ക സംഖ്യ ഏതാണ്? നമ്മൾ 3ാമത്തെ ഒരു ചോദ്യം ചെയ്തായിരുന്നു അല്ലേ, രണ്ടക്ക സംഖ്യയുടെ. അത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. നമുക്കറിയാം ഒരു രണ്ടക്ക സംഖ്യ എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഇപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് എക്സും ഒറ്റയുടെ സ്ഥാനത്ത് വൈയും എഴുതിയാൽ, അതായത് 10's പ്ലേസിൽ എക്സും 1's പ്ലേസിൽ വൈയും, അങ്ങനാണെങ്കിൽ ആ ഒറിജിനൽ നമ്പർ എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, എക്സാമ്പിളായിട്ട് 23 ആണ് എടുത്തത്. അതിനകത്ത് 2 10's പ്ലേസിലും 3 1's പ്ലേസിലും വന്നു. ഈ 23 കിട്ടിയത് എന്താണ്? എങ്ങനെയാണ്? 2 × 10 + 3 അല്ലേ. അപ്പം നമുക്ക് ഒറിജിനൽ നമ്പറിനെ എങ്ങനെ എഴുതാം? 10x + y ആണല്ലോ. ഇനി നമുക്ക് നമ്പറിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വൈയും ഇവിടെ എക്സും വന്നു. 10's പ്ലേസിൽ വൈയും 1's പ്ലേസിൽ എക്സും. അപ്പോൾ കിട്ടുന്ന ന്യൂ നമ്പറിനെ എങ്ങനെ എഴുതാം? 10ൻ്റെ സ്ഥാനത്ത് 10ൻ്റെ സ്ഥാനത്ത് വൈ ആ വന്നത് അല്ലേ. അപ്പോൾ 10y + x എന്ന് എഴുതാം. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു രണ്ടക്ക സംഖ്യ അതിലെ അക്കങ്ങളുടെ തുകയുടെ 6 മടങ്ങാണ്. അപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പർ അല്ലേ, 2-digit നമ്പർ 10x + y. അതെന്ന് പറയുന്നത് സം ഓഫ് ദ ഡിജിറ്റ്സിൻ്റെ 6 times ആണ്. അപ്പോൾ 6 times 6 മടങ്ങെന്ന് പറയുമ്പോൾ 6 × x + y. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? 10x + y = 6 × x 6x + 6 × y 6y അല്ലേ. ഇനി എക്സ് എല്ലാം കൂടെ ഒരിടത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് ഇവിടെ 10x ഉണ്ട്, ഇവിടെ 6x ഉണ്ട്. ഞാൻ പറഞ്ഞു എക്സ് ആദ്യം നമ്മൾ എഴുതുമ്പോൾ എക്സ് വലുതുള്ളിടത്തേക്ക് ചെറുതിനെ കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ 10x ഉണ്ട്, +6 -6x ആവും. ഇനി വൈയുടെ നമുക്ക് നോക്കണ്ട, വൈയെയും ആ സൈഡിലേക്ക് തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇവിടെ +y ഉണ്ട്, ഈ +6y അപ്പുറത്ത് പോയപ്പോൾ -6y ആയി. = റൈറ്റ് സൈഡിൽ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് 0. അപ്പോൾ 10x - 6x എന്താണ്? 4x +y - 6y. അപ്പോൾ +1 - 6 ഓർത്താൽ മതി. അപ്പം -5y = 0. ഒന്നാമത്തെ ഇക്വേഷൻ ആയല്ലോ. ഇനി ബാക്കി എന്താ പറയുന്നതെന്ന് നോക്കാം. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ, അതായത് ഇൻ്റർചേഞ്ച് ചെയ്താൽ അപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ്? 10y + x. അപ്പോൾ കിട്ടുന്നത് ആ 2-digit നമ്പർ എന്ന് പറയുന്നത് ഡിജിറ്റ്സിൻ്റെ സമ്മിൻ്റെ 4 timesനേക്കാൾ 9 കൂടുതലാണ്. 9 more than 4 times the sum of the digits. അതായത് ഈ സംഖ്യ എന്ന് പറയുന്നത് 10y + x എന്ന് പറയുന്നത് ആ അക്കങ്ങളുടെ തുക y + x തന്നെയാണല്ലോ, x + y. x + yയുടെ 4 timesനേക്കാൾ എത്ര കൂടുതലാണ്? 9 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 10y + x = ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ 4x + 4y + 9. ഇനി എക്സ് നമുക്ക് ഒരിടത്തേക്ക് കൊണ്ടുവരണം അല്ലേ. ഇവിടെ എക്സ് 1x ഇവിടെ 4x. അപ്പോൾ 4x വലതുവശത്ത് കിടക്കുന്ന അതല്ലേ വലുത്. അപ്പോൾ 4xൻ്റെ അടുത്തേക്ക് ഈ +x കൊണ്ടുപോകുമ്പോൾ -x ആയി.
അങ്ങോട്ടേക്ക് തന്നെ വൈയും കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ 4y ഓൾറെഡി ഉണ്ട്. ഇനി ആരെയാം 10y പ്ലസ് ആണ്, അത് മൈനസ് ആയിട്ട് മാറും, -10y ആയി. ഇനി ഇവിടെ +9 കൂടെ കിടപ്പുണ്ട്. അതിനെ ഈ നമ്പറിൻ്റെ എക്സിൻ്റെ വൈഡും കൂടെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ +9 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -9 ആയി. അപ്പോൾ -9 ഈക്വൽ ടു 4x - x എന്താണ് 3x, പിന്നെ 4y - 10y 4 - 10 അല്ലേ. അപ്പോൾ എന്തോന്നു -6y. അപ്പോൾ നമുക്ക് എന്തെഴുതാം 3x - 6y ഈക്വൽ ടു -9 എന്ന് എഴുതാം അല്ലേ. ഇതിനെ അപ്പുറത്തേക്കും കൊണ്ടുവന്ന് -9 ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. ഇനി ഈ നമ്പേഴ്സ് ഒന്ന് നോക്കിക്കുക. 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. 3ൻ്റെ ടേബിളിൽ ഈ നമ്പേഴ്സിനെ നമുക്ക് കാണാം അല്ലേ. അപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ ഓരോ നമ്പറിനെയും. അപ്പോൾ 3x/3 എന്ന് പറയുന്നത് x ആയി, -6y/3 എന്ന് പറയുന്നത് -2y ആയി, ഈക്വൽ ടു -9/3 എന്ന് പറയുന്നത് -3 ആയി. അപ്പോൾ ഇതാണ് ഇക്വേഷൻ 2. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ് 4x - 5y ഈക്വൽ ടു 0 എന്നുള്ള ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ x - 2y ഈക്വൽ ടു -3. രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സോൾവ് ചെയ്യണം. ഇതാ നോക്കിക്കാൻ 4xഉം xഉം അല്ലേ. അപ്പോൾ എക്സ് ക്യാൻസൽ ചെയ്യുന്ന എളുപ്പം, കാരണം രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ആദ്യത്തേന് ഒന്നും ചെയ്യേണ്ട. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ അതേപോലെ എഴുതുന്നു 4x - 5y ഈക്വൽ ടു 0. ഇനി x × 4 4x ആയി, -2 × 4 8y ഈക്വൽ ടു -3 × 4 3 4s are 12, അപ്പോൾ -12. ഇനി സെയിം നമ്പറും സെയിം സൈനും ആകുമ്പോൾ സബ്ട്രാക്റ്റാണ് ചെയ്യുന്നത്, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ സബ്ട്രാക്ഷൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇവിടുത്തെ സൈൻ അങ്ങ് മാറ്റിയാൽ മതി അല്ലേ. അപ്പോൾ മൈനസ് എന്താവും പ്ലസ് ആകും, ഈ മൈനസും പ്ലസ് ആകും. പിന്നെ ഈ മൈനസ് സൈൻ നോക്കരുത്, ഡയറക്റ്റ് അങ്ങ് ആഡ് ചെയ്ത് വിട്ടാൽ മതി. -5 + 8, അപ്പോൾ 3y ഈക്വൽ ടു +12 അല്ലെ. y ഈക്വൽ ടു 12/3 ഈക്വൽ ടു 4 എന്ന് വന്നല്ലോ. ഇനി നമുക്ക് എക്സ് വേണം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് x - 2y ഈക്വൽ ടു -3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ x - 2y ഈക്വൽ ടു -3 ആണല്ലോ. അപ്പോൾ x - 2 × 4 ഈക്വൽ ടു -3. അപ്പോൾ x - 2 4s are 8 ഈക്വൽ ടു -3. അപ്പോൾ x എത്ര വന്നു -3 + 8 ഈക്വൽ ടു 5 എന്ന് വന്നല്ലോ. അപ്പോൾ നമ്പർ എന്താണ്, നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ അല്ല, ഒറിജിനൽ നമ്പർ. അതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും 5 വരും, വൈയുടെ സ്ഥാനത്ത് എത്ര വരും 4 വരും. അപ്പം നമ്പർ 54 കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ് 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? അതായത് രണ്ട് സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യയോട് 11 കൂട്ടിയപ്പോൾ രണ്ടാമത്തതിൻ്റെ 2 മടങ്ങും, രണ്ടാമത്തതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തതിൻ്റെ 2 മടങ്ങും കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും സംഖ്യകളായിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പറിന് എക്സ് എന്നും സെക്കൻഡ് നമ്പറിന് വൈ എന്നും എടുക്കാം. ഫസ്റ്റ് നമ്പറിനോട് 11 ആഡ് ചെയ്തപ്പോൾ സെക്കൻഡിൻ്റെ 2 ടൈംസ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് നമ്പറായ എക്സിനോട് 11 ആഡ് ചെയ്തപ്പം 2 ടൈംസ് സെക്കൻഡ് നമ്പർ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും രണ്ട് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ x - 2y എന്ന് എഴുതാം അല്ലേ. +2y അപ്പുറത്ത് വരുമ്പോൾ -2y ആയി. എന്നിട്ട് ഈ നമ്പറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ +11 അപ്പുറത്ത് പോകുമ്പോൾ -11 ആയല്ലോ. ഒന്നാമത്തെ ഇക്വേഷൻ ആയില്ലേ. ഇനി രണ്ടാമത്തതിനോട് 20 കൂട്ടിയപ്പോൾ ഒന്നാമത്തതിൻ്റെ 2 മടങ്ങും കിട്ടി. സെക്കൻഡ് നമ്പറായ വൈയോട് 20 കൂട്ടിയപ്പോൾ ഫസ്റ്റ് നമ്പറിൻ്റെ 2 മടങ്ങ് കിട്ടി. ഫസ്റ്റ് നമ്പറിൻ്റെ 2 ടൈംസ്. ഇപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ് ആണ്, 2 ടൈംസ് വന്നപ്പോൾ 2x ആയി. അപ്പോൾ ഇവിടെ 2x റൈറ്റ് സൈഡിൽ കിടക്കുന്നില്ല. 2x ഈ +y അപ്പുറത്ത് വരുമ്പോൾ -y ആയി, ഈക്വൽ ടു ഈ 20 അവിടെ തന്നെ.
അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനും കിട്ടിയല്ലോ. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ 2x മൈനസ് വൈ ഈക്വൽ ടു 20യും എക്സ് മൈനസ് 2y ഈക്വൽ ടു മൈനസ് 11. അപ്പോൾ എക്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 2x മൈനസ് വൈ ഈക്വൽ ടു 20 അതേപോലെ എഴുതി. ഇനി എക്സ് ഇൻറ്റു 2 2x മൈനസ് 2 ഇൻറ്റു 2 4y ഈക്വൽ ടു മൈനസ് 11 ഇൻറ്റു 2 മൈനസ് 22. സെയിം നമ്പറും സെയിം സൈനും ആയതുകൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് ക്യാൻസൽ ആയിപ്പോവും കുറയ്ക്കുമ്പോൾ. ഇനി നമുക്ക് കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിഹ്നം മാറ്റണം അല്ലേ. മൈനസ് പ്ലസ് ആവും. മൈനസ് പ്ലസ് ആയി. ഇനി നമ്മൾ ഈ മൈനസ് നോക്കണ്ട. അപ്പം മൈനസ് വൈ പ്ലസ് 4y. അപ്പോൾ എത്ര വന്നു? മൈനസ് 1 പ്ലസ് 4. അപ്പോൾ 3y ഈക്വൽ ടു 20 പ്ലസ് 22 എന്ന് പറയുന്നത് 42 ആയി. അപ്പോൾ y കണ്ടുപിടിക്കാമല്ലോ. 42നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 4-നകത്ത് എത്ര 3 ഉണ്ട്? ഒരു പ്രാവശ്യം. മിച്ചം 1. 12-നകത്ത് 3 4 പ്രാവശ്യം. അപ്പോൾ y 14 കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പം എക്സ് കിട്ടുമല്ലോ. അപ്പോൾ എക്സ് മൈനസ് 2y ഈക്വൽ ടു മൈനസ് 11 ആണല്ലോ അല്ലേ. അതിനകത്ത് വൈക്ക് എത്ര കൊടുക്കണം? 14 കൊടുക്കണം. ഈക്വൽ ടു മൈനസ് 11. 2 ഇൻറ്റു 14 എന്ന് പറയുന്നത് 28 ഈക്വൽ ടു മൈനസ് 11. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൈനസ് 11 എഴുതി. മൈനസ് 28 അപ്പുറത്ത് പോയപ്പോൾ പ്ലസ് 28 ആയി അല്ലേ. അപ്പോൾ 28 മൈനസ് 11 എന്ന് പറയുന്നത് 17. അപ്പോൾ എക്സ് ആദ്യത്തെ നമ്പർ ഫസ്റ്റ് നമ്പർ എത്രയെന്ന് കിട്ടി? 70 എന്നും സെക്കൻഡ് നമ്പർ 14 എന്നും കിട്ടിയല്ലോ. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും മനസ്സിലായല്ലോ. എല്ലാം എഴുതി പഠിക്കുക.